ബ്രിട്ടാസിനെ ഒരു ഘട്ടത്തിൽ കൈരളി പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ, ശ്രീ മമ്മൂട്ടി എന്നിവർ വിളിച്ചു കൊണ്ടുവരുന്നു, നേതൃസ്ഥാനം ഏൽപ്പിക്കുന്നു, കൈരളിയിൽ ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി, കൈരളിക്ക് വേണ്ടി ഒരു ടവർ ഉണ്ടാക്കി, കൈരളി റേറ്റിംഗിൽ ഉയർന്നു. ഇപ്പോ കൈരളി റേറ്റിംഗിൽ താഴെ, എനിക്കറിയാം, കൈരളി താഴെ പോകുന്നു. താഴെ പോകുമ്പോൾ വീണ്ടും ബ്രിട്ടാസിനെ വിളിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ റേറ്റിംഗ് ഉയർത്തിത്തരണം, ഒരു ബിസിനസ് സ്ഥാപനമാക്കി വീണ്ടും ഇതിനെ ആക്കിത്തരണം എന്നതിനപ്പുറത്തേക്ക് ഒരു ഇടതുപക്ഷ ചാനൽ ആക്കിത്തരണം കുറെ കൂടി എന്ന ആവശ്യം പിണറായി വിജയൻ നിന്നുണ്ടായിട്ടില്ല. ഞാൻ കൈരളി ടിവിയുടെ ബിസിനസ്, കൈരളി ടിവിയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതല്ലാതെ CPMന്റെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഞാൻ പോയിട്ടില്ല. നികേഷ് എന്തെങ്കിലും കണ്ടു? നികേഷ് എത്രയോ പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, നമ്മൾ എത്രയെല്ലാം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും CPMന്റെ ആഭ്യന്തര കാര്യവുമായി മുൻനിർത്തിയിട്ടുള്ള ഒരു ഡിസ്കോഴ്സിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇനി കേൾക്ക്, രണ്ടാമത്തെ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ വീണ്ടും ഒരു റോങ് പ്രൊമൈസായി ഇടുന്നത്. കൈരളി എന്നുള്ള സ്ഥാപനം ഒരു പാർട്ടി ചാനലല്ല. അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം, വലതുപക്ഷ ആക്രമണം, ബഹുമുഖ ആക്രമണമാണ്. അതിങ്ങനെ പാർട്ടിയെ നിരന്തരമായി ഞെക്കി ഞെരുക്കി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൈരളിയുടെ നിയോഗിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം. ആക്രമണത്തിൽ നികേഷൊക്കെ പങ്കെടുക്കുന്നുള്ളൂ. നികേഷ് മനസ്സിലാക്കണം, ആ ഒരു ആക്രമണത്തിൽ ഞാൻ അടക്കം എന്ന് വേണമെങ്കിൽ അതെ, നീയൊക്കെ കൃത്യമായി പങ്കെടുക്കുന്നുണ്ട്. അതിനെന്ത് സംശയമില്ല. ആ കുറ്റവാളികളാണ് ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശരി, നീ ആക്രമിക്കാൻ പോവാണ്, ഞാൻ നിന്നെ ഇപ്പൊ കൊല്ലും എന്ന് ഒരു കത്തിയെടുത്ത് നിന്നെ കൊല്ലല്ല. ഇവിടെ എന്തുകൊണ്ട് കൈരളിക്ക് ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ കുറെ കൂടി ഒരു ഇടതുപക്ഷ ചാനൽ ആക്കാൻ കഴിയുന്ന ഒരു എന്ന നിലയിൽ ബ്രിട്ടാസ് എന്നും പറയണു. ഒന്നാമത്തെ കാര്യം, എന്റെ ഒരു ഇടതുപക്ഷ ഭാവത്തെക്കുറിച്ചല്ലോ ഇപ്പൊ ചർച്ച നമ്മൾ നടത്തണം. ഞാൻ ആണെന്ന് പറഞ്ഞല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം എന്റെ ഇടതുപക്ഷ ഭാവത്തെ അച്യുതാനന്ദന് ഈ ചാനലിനെ കുറിച്ച് പരാതി വരുന്നത്. ഒരു ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റുകാരനെ താങ്കൾ പോയി അഭിമുഖം നടത്തി 2 മണിക്കൂർ കൈരളി എന്ന ചാനൽ അത് സംപ്രേഷണം ചെയ്യുന്നു. എത്ര മണിക്കൂർ നികേഷ് കൊടുത്തു? അവിടെ എന്തിനാണ് റിയൽ എസ്റ്റേറ്റുകാരന്റെ വാദമുഖങ്ങൾ ശരിയാണ് എന്ന് വരുത്തി എന്ന ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകൻ ഇത്ര ഒരു സെക്കൻഡ്. അതായത് നികേഷ്, ഞാൻ അന്നും പറഞ്ഞില്ല, ഇപ്പോൾ ഒന്നാമത്തെക്കാരായ അഭിമുഖത്തെക്കുറിച്ചും അന്നുണ്ടായിട്ടുള്ള വിവാദത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതിപാദിക്കേണ്ട കാര്യമില്ല. എന്ന കാരണം അതൊക്കെ എത്രയോ വർഷം മുമ്പ് നടന്ന, ഞാൻ കൊടുത്ത അഭിമുഖം ഏതൊക്കെയാലും ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റേതായ തെളിവുകൾ വെച്ച് വെറുക്കപ്പെട്ടവൻ എന്ന് അതിലേക്കൊന്നും ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, പഴയ വിവാദങ്ങളിലേക്കൊന്നും ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ല. നികേഷിനും വേണ്ടതില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഞാനൊരു ജ്യേഷ്ഠ പിണറായി വിജയന്റെ ഗ്രൂപ്പിന്റെ ചാനലല്ലേ കൈരളി? ഏത്? അങ്ങനെയാണോ ചിന്തിക്കുന്നത്? VS അച്യുതാനന്ദൻ അതിനകത്തൊരു സ്ഥാനമല്ല. ഇപ്പം ബ്രിട്ടാസ് ദേശാഭിമാനിയിൽ കൂടി ജോലി ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ആക്കി തീർക്കലാണോ നിങ്ങളുടെ ലക്ഷ്യം? VS അച്യുതാനന്ദൻ ഒരു കോളം അതിനകത്തുണ്ടായിരുന്നു. അത് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒന്നാമത്തെ കാര്യം, എനിക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കമന്റ് ചെയ്യാനോ എനിക്ക് അപ്രാപ്യമായ മേഖലയെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് പറയാനോ എനിക്ക് പറ്റില്ല. എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങനെ പറയുന്നത്? ഉദാഹരണം, ദേശാഭിമാനിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഇരുന്ന് നിന്നോട് സംസാരിക്കാന്നുള്ള അങ്ങനെ ഒരു മൗഢ്യം എന്തായിരിക്കും ബ്രിട്ടാസിന്റെ കൈരളിയിലെ ദൌത്യം എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കൈരളിയുടെ MDയും എഡിറ്റർ നിലയിൽ കൈരളിക്ക് ഒരു നയമുണ്ട്, കൈരളി ഡയറക്ടർ ബോർഡിന് നയമുണ്ട്. ആ നയമനുസരിച്ച് പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും കൈരളിയുടെ വാണിജ്യപരമായിട്ടുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തും, കൈരളി ഉള്ളടക്കം മെച്ചപ്പെടുത്തും, അതിന്റെ വീക്ഷണങ്ങളിൽ വ്യക്തത വരുത്തും, ഒക്കെ ചെയ്യും. ഒരു സാധാരണ മീഡിയ പ്രൊഫഷണൽ ഏഷ്യാനെറ്റിൽ പോയി അതിന്റെ ടെക്നിക്ക് പഠിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നികേഷിന് അറിയാലോ. ഉദാഹരണം പറഞ്ഞാല് ഇങ്ങനെ ഒരിടത്ത് പോയി പഠിക്കുക, ഒരു സാധനം, അതൊന്നും അല്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെയുള്ള വളരെ സില്ലി തരത്തിൽ നിന്ന് നമ്മുടെ ഡിസ്കോഴ്സുകൾ മാറ്റണം. എനിക്ക് തോന്നുന്നു പിന്നെ കേരളത്തിന് ദൃശ്യമാധ്യമ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ. നമ്മൾ വളരെ സങ്കുചിതമായിട്ടുള്ള പരോക്കിലായിട്ടുള്ള ഏതെങ്കിലും ധാരയിൽ നമ്മൾ ഒതുങ്ങാനോ പാടില്ല. കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുക. എന്താ കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വ്യക്തി എന്നുള്ള നിലയിൽ ബ്രിട്ടാസ് ഏഷ്യാനെറ്റിൽ പോയി. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മലയാളം ചാനൽ എന്നതിലുപരിയായി ഒരു സ്റ്റാർ ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു. നികേഷ്, ഒരു സെക്കൻഡ് ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഉദാഹരണം, ഏഷ്യാനെറ്റ് നികേഷ് സ്ഥാപനം ജോലി ചെയ്ത സ്ഥാപനമാണ്. ഇറ്റ്സ് എൻ ഇന്ത്യൻ കമ്പനി, ഇന്ത്യൻ മാനേജ്മെന്റ് വിത്ത് എൻ ഇന്ത്യൻ ഫിലോസഫി.
നമ്മൾ കാണേണ്ടതാണ്. ഉദാഹരണം ഇന്ന് പിന്നെ ഇന്ത്യയിലെ ഓരോ സ്ഥാപനത്തിന്റെയും പിന്നിലുള്ള മൂലധനത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓരോ നിമിഷം ഇത് ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകളാണ്. ഇതാരാണ് ഇതിന്റെ ഉടമ? ഉടമ ഇങ്ങനെ നോക്കിക്കോ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അല്ല, നമ്മളൊരു മീഡിയ പ്രൊഫഷണലാണ്, നമ്മൾ ആ രീതിയിൽ കാണണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ ദൃശ്യമാധ്യമ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് നിനക്കും എനിക്കും ഉണ്ടാകണം. അതിനല്ലേ ഉണ്ടാകണം. ആ കാഴ്ചപ്പാട് ഉണ്ടാക്കാനല്ലേ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു മാധ്യമ പ്രവർത്തകരാണ്, ഒരു ഇടതുപക്ഷ വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും ആ രീതിയിൽ പ്രവർത്തിക്കും. ഞാനിപ്പോ വേറെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്റെ കഴിവും കൂടെ വിനിയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ പിണറായി വിജയനോട് വലിയ തോതിൽ കടപ്പാടും പറഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റിലേക്ക് പോയത്. ഏഷ്യാനെറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരോടും കടപ്പാടില്ലേ? ഇവിടെ എല്ലാവരോടും കടപ്പാടുണ്ടോ? എനിക്ക് നിന്നോട് എല്ലാം കടപ്പാടുണ്ടോ? എല്ലാം കാരണം വെച്ചാൽ നമ്മളെല്ലാം ഓരോരുത്തർ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ലേ എല്ലാവരും. എപ്പോഴും ഇപ്പൊ നിനക്കലിപ്പോ എന്നോട് കടപ്പാട്. ഏഷ്യാനെറ്റിൽ എന്താണ് പഠിച്ചത്? അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞായിരുന്നു. വീണ്ടും പിണറായി വിജയനും വി എസ് എന്തിനാണ് സമൂഹത്തിന്റെ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടാസ് എന്ന ജേർണലിസ്റ്റ് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനുമായി നല്ല സൗഹൃദത്തിൽ പോയിരുന്നു. ഇപ്പോഴുമാണല്ലോ അതിനെന്താ പ്രശ്നിക്കുന്നത്? എങ്ങനെ എനിക്ക് സൗഹൃദം? ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഐ ഹാവ് ഗോട്ട് ബെസ്റ്റ് ഓഫ് റിലേഷൻസ് വിത്ത് എവരിബഡി. രണ്ടാമത്തെ കാര്യം, നിനക്കറിയാവുന്ന കാര്യം തന്നെയാണ്, കേരളത്തിലെ ഇടതും വലതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മുടെ രാഷ്ട്രീയ വിശ്വാസം വേറെ, രാഷ്ട്രീയ ധാര വേറെ, വ്യക്തിപരമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും വേറെ. അതാ എനിക്ക് തോന്നുന്നു, അത് തന്നെയായിരിക്കണം നിന്റെയും കാഴ്ചപ്പാട്. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ രാഷ്ട്രീയ നേതാവിന് എനിക്കിഷ്ടമല്ല, ഇയാളോട് എനിക്കെന്തോ വെറുപ്പാണ്. എനിക്കൊന്നുമില്ല. ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വളരെ നല്ലൊരു സ്ഥാനം വഹിക്കുന്ന, പ്രസക്തമായ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ആയിക്കോട്ടെ, അവരോടൊന്നും വ്യക്തിപരമായിട്ടുള്ള അനിഷ്ടങ്ങളും നിരസനവും എനിക്കില്ല. ആളുടെ കാര്യം, രാഷ്ട്രീയത്തിന്റെ പൊതുവായിട്ടുള്ള ആളുകളുമായി എല്ലാം നല്ല ബന്ധമാണ്. എനിക്ക് അവരുമായിട്ടുള്ള ഒരു തർക്കമില്ലല്ലോ, നല്ല ബന്ധമല്ലേ? വി എസ് അച്യുതാനന്ദനുമായിട്ട് ഏറ്റവും നല്ല ബന്ധമാണ്. എപ്പോഴാണ് എനിക്ക് തോന്നുന്നു അത് ഞാനിപ്പോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ കേരളത്തിൽ എന്റെ ദിവസങ്ങൾ വളരെ കുറവായിരുന്നു, മിക്കവാറും യാത്രയായിരുന്നു. അപ്പോൾ സംസാരങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പലരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു 2 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അതിനുശേഷമൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും. ഹാരിസ് അബൂബക്കറിന്റെ ഇന്റർവ്യൂവിന് ശേഷം കണ്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊന്നും ആരോട് എപ്പോ സംസാരിച്ചെന്നുള്ളൂ ഞാൻ ഡയറി സൂക്ഷിച്ചു വെക്കാറില്ല. പിണറായി നല്ല റാപ്പറാണ് എന്നും പറയുന്നതാണ്. എന്നാണ് ആര് പറയുന്നു? അതുകൊണ്ടാണല്ലോ ഞാൻ നികേഷോട് വീണ്ടും പറഞ്ഞല്ലോ. അതായത് ഇപ്പം നമ്മൾ തമ്മിൽ നല്ലൊരു സൗഹൃദം തലമുണ്ട്, അല്ലേ? ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ടല്ലോ. നമുക്ക് ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ശ്രീ പിണറായിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, 1986 മുതൽ അദ്ദേഹത്തിന് എനിക്കെന്നെ അറിയാം, നല്ല രീതിയിൽ. 86 മുതൽ എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാമെന്ന് തോന്നുന്നു. 1986 അതിനുശേഷമൊക്കെ നിരന്തരം കാണുകയൊക്കെ ചെയ്യായിരുന്നു. അതിനങ്ങനെ ആര് പറഞ്ഞില്ല, അങ്ങനെ പിന്നെ ഇത്ര പ്രാവശ്യം കണ്ടിരിക്കണം, ഇത്ര പ്രാവശ്യം സംസാരിച്ചിരിക്കണം എന്നുള്ള സംഭവം ഇതിനകത്തില്ലല്ലോ. ഒരു വ്യക്തിയുടെ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിയുടെ പോക്ക് വരവ് എന്നുള്ള ആ രീതിയിലേക്ക് അതിനെ കുറയ്ക്കരുത്. അതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൈരളി പോലൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ കൈരളിക്ക് വളരെ ശക്തമായിട്ടൊരു ഡയറക്ടർ ബോർഡുണ്ട്, ഒരു ചെയർമാനുണ്ട്, പ്രൊമോട്ടേഴ്സ് ഒരുപാടുണ്ട്. അതൊന്നും ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനമല്ല. ആ രീതിയിൽ അങ്ങനെ കാണുകയും ചെയ്യരുത്. പക്ഷെ വ്യക്തിയാധിഷ്ഠിതമായ കാര്യങ്ങളാണ് കൈരളിയിൽ നടക്കുന്നത് എന്ന മാധ്യമ ചർച്ചകൾ എവിടെ ചർച്ച ചെയ്യുന്നത്? പിണറായി വിജയന്റെ സ്വന്തം കാര്യങ്ങൾ പിണറായി വിജയൻ എവിടെ പ്രസംഗിച്ചാലും അത് തത്സമയം കാണിക്കാനുള്ള ഒരു ചാനലായി പീപ്പിൾ. അതൊക്കെ വി എസ് അച്യുതാനന്ദൻ വിരോധ വാർത്തകൾ അതിനകത്ത് വരുന്നു. ഇതൊക്കെ തന്നെ പാർട്ടി എന്ന സ്വഭാവത്തിനുപരിയായി ഒരു വ്യക്തിയാധിഷ്ഠിത. എന്റെ അഭിപ്രായത്തിൽ അതിനെ ഫ്രിവലൈസ് ചെയ്യരുത്. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചാനലിന്റെ കണ്ടന്റിനെ എടുത്ത് വെച്ച് അതിന്റെ അനാട്ടമി നടത്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കൈരളിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചിലർ പറഞ്ഞു ഇത് CPM-ന്റെ വാർത്തകൾ മാത്രമാണ്. ഞാൻ 1 മാസത്തെ വാർത്തകൾ അസസ് ചെയ്ത് നോക്കിയപ്പോൾ മറ്റ് ചാനലുകൾ കൊടുക്കുന്നവരുടെ വാർത്തകളെ കൊടുത്തുകൊണ്ട് അതിനകത്ത് സ്ട്രെസ്സും എംഫസൈസ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ന്യൂസ് റൂമിൽ നമ്മൾ സെലക്ട് ചെയ്യും. അല്ലാതെ ഇതിങ്ങനെ കൃത്യമായിട്ട് ഇന്നയാൾക്ക് വേണ്ടി ഇന്നയാൾക്കെതിരെ ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് ബൈ ദാറ്റ് ആർഗ്യുമെന്റ്. ഓണസ്റ്റ് ഐ ഡോണ്ട് ബൈ ദാറ്റ്. ജോൺ ബ്രിട്ടാസിനൊരു രാഷ്ട്രീയ പ്രവേശം നമ്മൾ അതിലേക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ അടിസ്ഥാനപരമായിട്ട് നമ്മളെല്ലാവരും രാഷ്ട്രീയ ജീവികളാണ്.
എന്റെ ഒരു DNA എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഒരു ഒരുപക്ഷെ കേരളത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെ ഇടതുപക്ഷ വിശ്വാസികളാണ്. ഒരു പാർലമെന്ററി പൊളിറ്റിക്സ് രാഷ്ട്രീയ, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയ ജീവിയാണ്. ഇപ്പം പ്രവേശിക്കാൻ വേണ്ടി ഇതെന്തോ വേറെ ഒരു സാധനം, ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ വേറൊരു ഗ്രഹം എന്നുള്ളതല്ലോ. ഐ എം എ പൊളിറ്റിക്കൽ ബീയിങ്. ഇപ്പം എന്തായാലും ബ്രിട്ടാസ് കൈരളിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് പോയി. ഏഷ്യാനെറ്റിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര ശമ്പളം എന്ന് ഞാൻ ചോദിക്കുന്നില്ല, സ്വാഭാവികം ആണുങ്ങളുടെ ശമ്പളം ചോദിക്കാവുന്നതേ ഉള്ളൂ. ആണുങ്ങളുടെ ശമ്പളം ചോദിക്കാൻ അങ്ങനെ ശമ്പളം കിട്ടുന്ന അത്രയധികം ജീവിത സൗകര്യങ്ങൾ മാറിയ ഒരാൾ വീണ്ടും കൈരളിയിലേക്ക് വരണമെങ്കിൽ അത് ഈ പറയുന്ന ഒരു ഇടതുപക്ഷ ചാനലാക്കി മാറ്റണം എന്ന ഉദ്ദേശം കൊണ്ടല്ല. അങ്ങനെ ഒരു നിർദ്ദേശം പോലും കൈരളിയിൽ സംസാരിച്ചതിന് വ്യക്തമായ സ്ഥിതിക്ക് ഇതിലൂടെ ഞാൻ വീണ്ടും പറയാം. കൈരളി TV എന്ന് പറയുന്നത് അതിന്റെ ഓഹരി ഉടമകള്, ഡയറക്ടർ ബോർഡ്, ഇവരൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. സ്വാഭാവികമായിട്ടും അതിനതിന്റേതായ കെട്ടുറപ്പും അതിന്റേതായിട്ടുള്ള നടപടിക്രമമുണ്ട്. എനിക്കിപ്പം കൈരളി TVയുടെ ബോർഡ് റൂമിൽ നടക്കാൻ പോകുന്ന ചർച്ചയെക്കുറിച്ചോ നടന്ന ചർച്ചയെക്കുറിച്ചോ എനിക്കൊരു പരസ്യമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് അത് പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ആശംസകൾ ബ്രിട്ടാസ്.